ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മളൊരു എം ആർ എന്ന് പറഞ്ഞ കമ്പനിയുടെ ടി വി ആണ് ഇവിടെ ചെയ്യാൻ പോകുന്നത്. എം ആർ. അപ്പം അതിൻ്റെ കംപ്ലൈൻറ്റ് കാണിക്കാം. കംപ്ലൈൻറ്റ് കണ്ടിട്ട് എനിക്ക് സാധാരണ തോന്നുന്നത് ഇതിൻ്റെ പാനൽ പോയാലാണ് എനിക്ക് തോന്നുന്നത്. അപ്പം നിങ്ങളെ കംപ്ലൈൻറ്റ് കാണിച്ചു തരാം, അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. ഫോൺ എപ്പോഴും ഇങ്ങനെ ബെല്ലടിച്ചുകൊണ്ടിരുന്നാൽ എനിക്ക് എടുക്കാൻ പറ്റത്തില്ല, ജോലിക്കിടയിലാണ്. നിങ്ങൾ വാട്സാപ്പിൽ മെസ്സേജ് ഇടുക, ഞാൻ സമയം കിട്ടുമ്പോൾ തിരിച്ച് റെസ്പോണ്ട് ചെയ്യാം. ഇത് കണ്ടോ, ഇത് കണ്ടിട്ട് എവിടെയോ കൊടുത്തിട്ട് കൊണ്ടുവന്ന പോലെ ഉണ്ട്. മൊത്തത്തിൽ കട്ടിങ്ങും പിട്ടിങ്ങും എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. നോക്കാം നമുക്ക്. ഇങ്ങനെ ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫോൺ എടുക്കാൻ പറ്റുമോ? എന്നാലും ഒന്ന് എടുത്തേക്കാം. ഹലോ, അതെ അതെ, ആ ഉവ്വ. രാവിലെ വരികയാണെങ്കിൽ നമുക്ക് നോക്കാം. വിളിച്ചിട്ട് വന്നാൽ മതി. ആ ശരി. അപ്പോൾ പോരുന്നതിന് മുമ്പ് വിളിച്ചിട്ട് വരിക, നേരത്തെ വന്നാൽ നമുക്ക് ചെയ്തു തരാം. ഓക്കെ. അപ്പോൾ നമുക്ക് ഈ ടി വി ഒന്ന് അഴിച്ചു നോക്കാം. കംപ്ലൈൻറ്റ് കണ്ടല്ലോ. എൻ്റെ അടുത്തോളം വലിയ പ്രതീക്ഷയൊന്നുമില്ല, എന്നാലും നമുക്കൊരു സാധനം കളയുന്നതിന് മുമ്പ് നമുക്കൊന്ന് ശ്രമിച്ചു നോക്കണ്ടേ. അതിന് വേണ്ടിയിട്ട് നമുക്കൊന്ന് ശ്രമിക്കാം. അപ്പോൾ നമുക്ക് അഴിച്ചാലോ? ഓക്കെ. കാലഴിക്കേണ്ടി വരികയല്ലായിരിക്കും ഈ മോഡലിന്, അല്ലേ? നോക്കിയേക്കണം. കാലഴിക്കണേ കാലോട്ട് അഴിച്ച് മാറ്റിയിട്ട് വേണം നമുക്കെടുക്കാൻ. പക്ഷെ ബോഡിയൊക്കെ അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട് കേട്ടോ. ബോഡിയൊക്കെ നല്ല ക്വാളിറ്റി ഉണ്ട്. പിന്നെ ഊഫറൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. രണ്ട് എം ആറിൻ്റെ ടി വി അങ്ങനെ കംപ്ലൈൻറ്റ് വന്നിട്ടില്ല കേട്ടോ. ഞങ്ങളും വിട്ടിട്ടുള്ള ടി വിയാണ്, ആദ്യമായിട്ടാണ് വരുന്നത്. ഇതിപ്പോൾ അവർ വേറെ കടയിൽ നിന്നും കണ്ട് നേരത്തെ മേടിച്ചത്, ഒത്തിരി നാളായതാണ്. അതിൻ്റെ അവസ്ഥ എങ്ങനെയുണ്ടെന്ന് നോക്കാം. 2 AV ഇൻപുട്ട്, 2 HDMI ഇൻപുട്ട്, 2 പെൻഡ്രൈവ്, എല്ലാം സംഗതിയെല്ലാം ഉണ്ട്. ആരോ അഴിച്ചിട്ടുണ്ട്, സീലൊക്കെ പൊട്ടിയിട്ടുണ്ട്. ഇപ്പോൾ വേറെ ആളെ കാണിച്ചതാണെന്ന് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. ആരോ റെഫർ ചെയ്ത് വിട്ടതാണ് നോക്കിയിട്ട് പറ്റാഞ്ഞിട്ട്. അപ്പോൾ നമുക്കൊന്ന് നോക്കാം. പാനൽ മാറേണ്ട കേസാണെങ്കിൽ പുതിയ ടി വി മേടിക്കുക തന്നെ ലാഭം. കാരണം എം ആറൊക്കെ നമുക്ക് ചെറിയ വിലയ്ക്ക് കിട്ടാനുണ്ടല്ലോ. സോണി, LG, സാംസങ് പോലെയുള്ള നല്ല ബ്രാൻഡുകളാണ് പാനൽ മാറി തന്നെ ഉപയോഗിക്കുന്നതാണ് നല്ലത്. വില കൂടുതലുള്ള ആൻഡ്രോയിഡ് ടി വികളുടെയൊക്കെ പാനൽ പോയാൽ നല്ല പാനൽ ഇപ്പോൾ കിട്ടാറുണ്ട്. അത് മാറി ഉപയോഗിക്കുന്നതാണ് ലാഭം. പൊക്കി വരുമ്പം ആ വയറുകൾ ഊരി വിടണം. സ്പീക്കറിൻ്റെ വയറും ഇത് AV വയറും, സ്വിച്ചിൻ്റെ വയറും സ്പീക്കറിൻ്റെ വയറും മാറ്റിക്കും. അത് ഇതൊന്നും ഊരി വിടണം. ഒരു സുഖയിലൊക്കെയാണ് ഇത്. അപ്പോൾ അഴിച്ചോരി ചെയ്തതായിരിക്കാം. ഒരു ബോർഡൊക്കെ വെച്ച് കൺവേർട്ട് ചെയ്താണ് ഇട്ടിരിക്കുന്നത്. നിമോസോ നിമോവിൻ്റെ പാനലാണ്. രാവിലെ നമ്മൾ പണിത എം ആറിൻ്റെ ടി വിയാണിത്. ഈ ടി വിയുടെ പാനലിൻ്റെ മാക്സിമം പണിതു, രക്ഷയില്ല. കുറച്ച് നേരം റെഡിയായിട്ടിരുന്നാലും കുഴപ്പമില്ല. ഷോർട്ടിംഗ് ആണ്, 2 സൈഡും ഷോർട്ടായി. നിങ്ങൾ കണ്ടതാണല്ലോ അതിൻ്റെ കളർ ചേഞ്ചും കാര്യങ്ങളൊക്കെ. അപ്പോൾ അത് അങ്ങനെ നമ്മൾ ശരിയായി കൊടുത്തു വിട്ടാലും നിൽക്കത്തില്ല. അപ്പോൾ നമ്മൾ പുതിയ പാനൽ സ്റ്റോക്ക് ഉള്ളതുകൊണ്ട് പാനൽ നമ്മൾ പുതിയ മാറ്റി കസ്റ്റമർ സംസാരിച്ച് പാനൽ മാറ്റി നല്ല കുട്ടപ്പനാക്കി ടി വിയാണിത്. ഇത് ഓണാക്കി കാണിക്കാം. ആൻഡ്രോയിഡ് ആയതുകൊണ്ടാണ് നമ്മൾ പാനൽ മാറ്റിയത്. അപ്പോൾ പിന്നെ ഒരു പ്രശ്നമില്ലാതെ തന്നെയാണ് ഒരു IPS പാനൽ തന്നെ നമ്മുടെ ഇതിലിരുന്ന ബോയിയുടെ പാനലാണ്. ബോയിയുടെ പാനൽ തന്നെ നമ്മൾ മാറ്റിയിട്ടു.
അതുകൊണ്ട് വേറെ പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ല. കറക്റ്റായിട്ട് അത് വർക്കായിക്കോളും. അപ്പോൾ സെറ്റ് ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നല്ലത്. പിന്നെ ഈ പാനലിൻ്റെ കേസിലെ ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ എപ്പോഴും ഞാൻ പറയും പുതിയ പാനലിടുന്നത് നല്ലത്. അപ്പം നമുക്ക് നാളെ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുകൊണ്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഓൾ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. പുതിയ പുതിയ വീഡിയോസ് ഇടാം. പുതിയ ഐഡിയാസ് വരുന്നുണ്ട്, ട്രാവൽ വീഡിയോസ് വരുന്നുണ്ട്. അപ്പോൾ അതെല്ലാം കൊണ്ടും പുതിയ ITI ഒക്കെ പഠിക്കുന്ന പിള്ളേർ മസ്റ്റായിട്ടും നിങ്ങളിത് സബ്സ്ക്രൈബ് ചെയ്ത് പഴയ വീഡിയോസ് കാണണം. എൻ്റെ സോണി ന്യൂ ടിപ്സ് മലയാളം എന്ന ഒരു പഴയ ചാനലുണ്ട്, ഒരു 3-4 വർഷമായി, അതും ഒന്ന് കാണുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. നാളെ രാവിലെ കാണാം.